ഹായ് കൂട്ടുകാരെ, നയന ആദി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 1 കിലോ പോത്തിൻ്റെ കരള റോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ കരൾ കഴുകി വൃത്തിയാക്കി ഇതാ ചീനിച്ചട്ടിയിലിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ശേഷം 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു തക്കോലം, ഒരേ ഒരു തക്കോലം മതിയേ. നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ടല്ലോ, ഇനിയും ചേരുവയുണ്ട്. എന്നിട്ട് തക്കോലം കൂടി ഇടുക. ഏകദേശം ഒരു 4 പീസ് കഴുകിയിട്ടുണ്ട്. കഴുകി ഒരു 4 പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. ഒരു 8 പീസ് ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/2 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അഥവാ കൂടിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പം എന്താ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇതാ ഈ പരുവത്തിലാക്കി എടുക്കണം. നല്ല ഡ്രൈ ആക്കി വെള്ളമയമൊന്നും ഇല്ലാതെ വേവിച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്താണ്. 15 മിനിറ്റും വേണ്ട. ഇതാ ഇതേപോലെ ഡ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കുക. ഇനിയും ചേരുവകൾ നോക്കാം. വെളുത്തുള്ളി ഒരു 15 പീസ് ചതച്ചതും, ഒരു 200 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞതും, ഒരു 100 ഗ്രാം ഇഞ്ചി ചതച്ചതും, 100 ഗ്രാം വേണേ, ഒരു 5 തണ്ട് കറിവേപ്പില, പിന്നെ മല്ലിയില അരിഞ്ഞത് നമ്മുടെ ആവശ്യത്തിന്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതാ വറ്റല മുളക് പൊടിച്ചത് ഒരു 15 പീസ് ഉണ്ടേ. വറ്റല മുളക് എരിവ് വേണ്ടിയവർക്ക് കൂടുതലാണ് ചേർക്കാം. ഇതാ പൊടിച്ചത്. ഇനി ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് എടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതാ ഇഞ്ചി 100 ഗ്രാം വേണം. 1 കിലോ കരളിന് 100 ഗ്രാം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരുപോലെ അങ്ങിടാം. ഇഞ്ചിയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞതും, കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ഒരു പൂലിട്ട് കൊടുക്കാം. ഞാൻ ഒരു പൂലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ബ്രൗൺ ആകുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതാ 1/4 ടീസ്പൂൺ പെരുംജീരകം, പൊടിക്കാത്ത പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 3/4 സ്പൂണ് കുരുമുളക്, എരിവ് വേണം, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, പിന്നെ മട്ടൻ മസാല ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് മട്ടൻ മസാല, പിന്നെ നമ്മൾ ചതച്ച് പൊടിച്ചു വച്ചിരിക്കുന്ന വറ്റല മുളകും കൂടി ചേർക്കുക. പിന്നീട് ഒരു സ്പൂണ് മുളക് പൊടി അതും ചേർത്ത് കൊടുത്ത് നന്നായി ഇതേപോലെ അങ്ങോട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരുന്ന കരൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ എരിവൊക്കെ അങ്ങോട്ട് പിടിക്കണ്ടേ. ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ അങ്ങോട്ട് മസാല നല്ല പോലെ പിടിക്കത്തക്ക രീതിയിൽ ഒരു 15 മിനിറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 10 മിനിറ്റ് മതി. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഇട്ട് കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക. അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. മല്ലിയില കൂടി നിന്നാലും കുഴപ്പമില്ല, റോസ്റ്റല്ലേ. മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ മല്ലിയില, അല്ലെങ്കിൽ നമ്മൾ മല്ലിയില ഇടാത്തത് കൊണ്ട് ബീഫിനകത്തൊക്കെ ഇട്ടാൽ എന്തായാലും നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഇപ്പോൾ ഇതാ മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എരിവുണ്ട്, ഇതിന് നന്നായിട്ട് എരിവുണ്ട്. കുട്ടികൾക്കൊക്കെ എണ്ണ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൊണ്ട് എണ്ണ കഴിവത് ഞാൻ കുറച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത്. ഇതേപോലെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.